എമ്പുരാൻ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച നടൻ പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം പറയാനല്ല സിനിമ ചെയ്യുന്നത്. എമ്പുരാന്റെ തിരക്കഥയും നിർമ്മാതാവിനെയും നായകനെയും പറഞ്ഞു കേൾപ്പിക്കുകയും അവർ അത് തൃപ്തരായിരുന്നു എന്ന് പൃഥ്വിരാജ് പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിലായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം. പുതിയ സിനിമയെ വിലായത് ബുദ്ധയുടെ പ്രൊമോഷൻ ഭാഗമായി സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. എന്നെ അത് ബാധിക്കണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ് എൻ്റെ സിനിമ ചെയ്തത് എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വേണം. അതല്ല എന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ട്. ആ സിനിമയുടെ കഥ ഞാൻ കേട്ടു. അത് കൺവീനിയൻസ് ആയി. തിരക്കഥാരൂപത്തിൽ നിർമ്മാതാവിനെയും നായിക നടനെയും കേൾപ്പിച്ചു. എല്ലാവരും കൺവിൻസ്ഡായി. അങ്ങനെയാണ് ആ സിനിമ ചെയ്തതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫിലിം മേക്കർ എന്ന നിലയിൽ എൻ്റെ പരാജയമാണ്. രാഷ്ട്രീയ നിലപാട് പറയാൻ ഞാൻ ഒരിക്കലും സിനിമ ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് അതിന് കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യേണ്ടതില്ല. സോഷ്യൽ മീഡിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ മതി. ഞാൻ സത്യസന്ധമായിരിക്കുന്നിടത്തോളം കാലം അത് എൻ്റെ ഉള്ളിൽ ബോധമുണ്ടായിരിക്കുമ്പോൾ എനിക്ക് സങ്കടമോ ഭയമോ വേണ്ടതില്ലെന്ന് താരം പറയുന്നു. സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അധികാരസ്ഥാനത്തിലിരിക്കുന്ന ഒരാൾക്കോ പ്രശസ്തരായിരിക്കുന്നവർക്കോ ഒരബദ്ധം സംഭവിച്ചാൽ അത് ആഘോഷിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന മോബ് മെന്റാലിറ്റി അടുത്തുള്ള കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പങ്കാളികളാണ്. എനിക്കറിയാം, എൻ്റെ സഹപ്രവർത്തകർ ഭയങ്കരമായി ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു എന്ന് താരം പറയുന്നു. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി തുടർച്ചയായി അവഹേളിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ശരിയാണെന്നറിയാം. എന്നിട്ട് അവർ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് പൃഥ്വിരാജ് പറയുന്നു.